Hi, good morning. Welcome to my YouTube channel Law, Life and Layouts. I am Narendra CV, retired higher secondary school teacher. Today I am going to discuss a topic of check case. A check bounce from a bank. A check bounce from a bank. What are the further legal procedure? The topic is a check bounced from the bank. What are the further legal produce? ഇന്നത്തെ ടോപ്പിക്ക് ഒരു ചെക്ക് ബാങ്കിൽ നിന്ന് മടങ്ങിയാൽ അത് ചെയ്യേണ്ട ആ വ്യക്തി എന്തെല്ലാം നിയമകാര്യങ്ങൾ ചെയ്യണം, അത് ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. So friends, you don't forget to subscribe and share this video to others. Then we have to go to the topic. Check bounce, further legal procedures. What is check bounce means? When a check issued by a drawer, it is dishonored from the bank due to insufficient funds or some other reason. ഒരു ചെക്ക് ഒരാളിന് കിട്ടിയ ശേഷം അത് നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പണമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ചെക്ക് ഡിസ്ഹോണായി ചെക്ക് ബൗൺസ് എന്ന് പറയും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി, ചെക്ക് ലഭിച്ച വ്യക്തി എന്തെല്ലാം നിയമകാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. And what is a check means? A check is a specific type of bill of exchange drawn on a specified bank and payable on demand. It is a specific is a type of bill of exchange drawn in a specified bank. ഒരു പ്രത്യേക ബാങ്കിൽ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഈ ചെക്ക് കൊടുത്താൽ നമുക്ക് പണം ലഭിക്കണം. ഇനി എന്താണ് check bounce case? What's been a check bounce case? Check bounce case follows section 138 of the Negotiable Instrument Act 1881. ചെക്ക് ബൗൺസ് കേസ് സാധാരണ ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 138 സെക്ഷൻ പ്രകാരമാണ് കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെക്ക് പല കാരണങ്ങൾ ബാങ്കിൽ നിന്ന് മടങ്ങാം. ചെക്ക് ബൗൺസ് ഇൻ വേരിയസ്, അതിൻ്റെ എന്താണ് പറഞ്ഞാൽ ഡേറ്റ് തകരാറിക്കും, അല്ലെങ്കിൽ ഒപ്പിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ചില ബാങ്കിൽ ആവശ്യമായ പണമില്ലായിരിക്കും, ആ അക്കൗണ്ടിൽ പണമില്ലായിരിക്കും. പക്ഷേ ഈ ആവശ്യമായ പണമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ചെക്ക് കേസ് നടത്തേണ്ടത്. ചെക്ക് ബൗൺസ് ഇൻ വേരിയസ് റീസൺ, ബട്ട് ചെക്ക് ബൗൺസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് കം അണ്ടർ ദ പർവ്യൂ ഓഫ് സെക്ഷൻ 138. ഈ സെക്ഷൻ 138 വരുമ്പോൾ എന്താണ്, ചെക്കിൽ ആവശ്യമായ പണമില്ലാതെ ചെക്ക് മടങ്ങിയ ചെക്ക്. വാട്ട് ഈസ് ചെക്ക് സെക്ഷൻ 138? It deals criminal liability of a drawer if a check issued by is returned by the bank unpaid. അത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഇതാണ്. ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകുന്നത് അതായിരിക്കും ഡ്രോയർ മീൻസ് ചെക്ക് നൽകിയ ആൾ. ചെക്ക് നൽകിയ ആൾക്കുള്ള ഒരു ക്രിമിനൽ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവ ചെക്ക് ഇഷ്യൂ ബൈ ഈസ് റിട്ടേൺ ബൈ ദ ബാങ്ക് പെയ്ഡ്. അതായത് ചെക്ക് ബാങ്കിലേക്ക് ഇഷ്യൂ ചെയ്തു എന്നിട്ട് അത് ബാങ്കിൽ നിന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കേസായിട്ടാണ് വരുന്നത്. ഈ സെക്ഷൻ 138 കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്, ഇറ്റ് ഫോളോ സ്ട്രിക്റ്റ് ടൈം ലൈൻ. അതിനെല്ലാത്തിനും ഓരോ സമയബന്ധിതമായിട്ടാണ് ഇത് പറഞ്ഞത്. ഇറ്റ് ഫോളോ സ്ട്രിക്റ്റ് ടൈം ലൈൻ. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഹൂ ഗിവ്സ് ദ ചെക്ക്, ആരാണോ ബാങ്ക് ചെക്ക് കൊടുത്തത് അയാളെ ഡ്രോയർ എന്ന് പറയും. പേയ്, ടു ഹൂം ദ ചെക്ക് ഈസ് ഗിവൺ, ആർക്കാണോ ചെക്ക് കൊടുത്തത് അയാളാണ് ടു ഹൂം ദ ചെക്ക് ഈസ് ഗിവൺ. ഇനി ലീഗൽ റിക്വയർമെൻറ്റ്സ് of section 138. Legal requirements of section 138.
നിയമത്തിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? 1. The check must be issued for the discharge of legal debt or liability. ഇത് സെക്ഷൻ 118 പറയുന്നത്. The check must be issued for the discharge of legal debt or liability. അപ്പോൾ അത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു ലീഗൽ ഡിസ്ചാർജ്, ലീഗൽ ഡെറ്റ്, അയാളുടെ നിയമപരമായ ഒരു കടബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെക്ക് നൽകുന്ന ആൾക്ക് എന്തെങ്കിലും സഹായം ലഭിച്ചാൽ, എന്തെങ്കിലും കാര്യത്തിൽ സഹായം ലഭിച്ചാലോ, എന്തെങ്കിലും സേവനം ലഭിച്ചാലോ, അല്ലെങ്കിൽ വിൽപ്പന നടത്തി അതിന് വേണ്ട പണം തിരികെ കൊടുക്കാനോ ഒക്കെയാണ് നമ്മൾ ഒരു ചെക്ക് നൽകുന്നത്. സെക്കൻഡ്, ദ ചെക്ക് മസ്റ്റ് ബി ഡിപ്പോസിറ്റ് ഇൻ ദി ബാങ്ക് വിത്തിൻ 3 months ഓഫ് ദി ഡേറ്റ് ഓഫ് ഡ്രോയിങ്. അപ്പോൾ ചെക്ക് ലഭിച്ച തീയതി മുതൽ, അതായത് ചെക്കിൽ ഒപ്പിട്ട തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ആ ചെക്ക് ലഭിച്ച ആൾ അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ഇതൊരു പ്രധാന കാരണമാണ്. അത് ഡിപ്പോസിറ്റ് അതിന് വാലിഡിറ്റി ഉള്ളൂ. തേർഡ് വൺ, എ ലീഗൽ നോട്ടീസ് മസ്റ്റ് ബി സെൻഡ് ടു ദ ഡ്രോയർ വിത്തിൻ 30 days റിസീവിങ് ദ ഡിസ്കൗണ്ടർ മെമ്മോ ഫ്രം ദ ബാങ്ക്. അപ്പോൾ ബാങ്കിൽ നിന്ന് പണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ ആ മെമ്മോ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ആ പേയ് ഈ ആൾക്ക്, ഡ്രോയർക്ക്, ചെക്ക് തന്നാൾക്ക് ഒരു ലീഗൽ നോട്ടീസ് അയക്കണം. ആ ലീഗൽ നോട്ടീസ് സാധാരണ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ നോട്ടീസ് അയക്കാം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഒരു വക്കീൽ മുഖാന്തരമുള്ള ലീഗൽ നോട്ടീസ് തന്നെ അയക്കണം. ഈ അൺപെയ്ഡ് വിത്തിൻ 15 days of notice period, the payee must be filed a criminal case within 30 days after the expiry of 15 days notice. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ഈ പൈസ തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് നോട്ടീസ് അയക്കുക. 15 ദിവസത്തിനുള്ളിൽ പണം നൽകിയിട്ടില്ലെങ്കിൽ, അല്ല മറുപടിയോ പണം നൽകിയിട്ടില്ലെങ്കിൽ ആ പേയ് മസ്റ്റ് ബി ഫയൽഡ് എ കേസ്, ക്രിമിനൽ കേസ് വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഈ നോട്ടീസിൻ്റെ കാലാവധിയെ 15 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണം. ഇതിലുള്ള ഈ ദിവസക്കണക്കുകൾ വളരെ ഇതാണ്. ഇതിനുള്ളിൽ 15 ദിവസം 30 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോകും. അങ്ങനെ ഒരു കേസ് ഉണ്ട്. കേസ് ലോകേഷ് നാഥ് പി സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ലോകേഷ് നാഥ് പി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2021 അതിലെ കേസാണ്. കോർട്ട് ഡിസ്മിസ്ഡ് ദ കേസ് വിച്ച് ഹാസ് നോട്ട് ബി ഫയൽഡ് വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യാത്തത് കാരണം ഈ കേസ് കോടതി ഡിസ്മിസ് ചെയ്തു. ഇനി ഇതിൻ്റെ പണിഷ്മെൻറ്റ് കേസ്, ദ ഡ്രോയർ ഗോട്ട് ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years. ഡ്രോയർ ചെക്ക് നൽകിയ ആൾക്ക് പണമില്ലാതെ ചെക്ക് മടങ്ങിയാൽ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ തടവ് ശിക്ഷ. മാത്രമല്ല ഈ ചെക്കിൽ എഴുതിയ തുകയുടെ 2 ഇരട്ടി ഇൻട്രസ്റ്റ്, 2 ഇരട്ടി പണം, 2 ഇരട്ടി പൈസ നൽകണം. അത് ഫൈനായിട്ട് 2 ഇരട്ടി പൈസ നൽകണം. ആ ഫൈൻ 2 ഇരട്ടി പൈസ നൽകണം. അതുപോലെ അതിന് 9% ഇൻട്രസ്റ്റ് നൽകണം. ഇതൊക്കെയാണ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റിന് once again, the drawer got imprisonment up to 2 years with the fine twice the amount in the check and 9% interest. The owner got imprisonment up to 2 years. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കൂ. വിത്ത് ഫൈൻ ട്വൈസ് ദ എമൗണ്ട് ഓഫ് ചെക്കിലെ തുകയുടെ 2 ഇരട്ടി പണം നൽകണം, ഫൈൻ നൽകണം. മാത്രമല്ല അതിന് 9% ഇൻട്രസ്റ്റും നൽകണം. ഇനി നമുക്ക് വിവിധ കേസ് ലോസിനെ പറ്റി നോക്കാം. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകേഷ് നാഥ് പി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, അതിൻ്റെ സമയക്രമം പാലിക്കാത്തതുകൊണ്ട് കേസ് തള്ളി. സെക്കൻഡ് കേസ് രംഗപ്പ വേഴ്സസ് VS മോഹൻ ഇൻ 2010. A Supreme Court ruled
that once the signature of the check is admitted, court presumes that the check was issued for a valid debt. Section 138 NI Act 1881 പ്രകാരമുള്ള അതിൽ 139 പ്രകാരം ഇത് ഒരു വാലിഡ് ഡെപ്റ്റിനാണ് ഈ ചെക്ക് കൊടുത്തത് എന്ന് ചെക്ക് കൊടുത്തതെന്ന് മനസ്സിലാക്കും. അത് ഒരു പ്രധാനമാണ് എന്നാണ്. അത് ചെക്കിൽ ഒപ്പിട്ടത് എൻ്റെ ഒപ്പാണ് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് കോർട്ട് പ്രസ്യൂം ചെയ്യും എന്നാണ്. ഈ ചെക്ക് വാസ് ഇഷ്യൂഡ് ഫോർ എ വാലിഡ് ഡെപ്റ്റ്. ദെൻ നെക്സ്റ്റ് കേസ് മിസ് കലാമണി ടെക്സ്റ്റ് വാസ് വേഴ്സസ് പി ബാലസുബ്രഹ്മണ്യം 2011 കേസാണ്. where the issue was related to the presumption of liability under Section 139. Section 39 presumption consists in approach in granting compensation by the accused. ഈ കോടതി അക്യൂസ് കോമ്പൻസേഷൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് അപ്രോച്ച് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ലീഗൽ റിക്വയർമെൻറ്റ്സ്, ചെക്ക് കേസ് റിക്വയർമെൻറ്റ്സ്. അതായത് അതിൽ സമയക്രമം കൃത്യമായി പാലിക്കണം. പിന്നെ ആ ചെക്ക് ഒരു ഡെപ്റ്റിന് വേണ്ടിയിട്ടാണ് നൽകിയെന്നത് തെളിയിക്കപ്പെടുകയും വേണം. ചെക്കിന് സമയക്രമം പാലിച്ച് പെട്ടെന്ന് പിന്നെ കേസ് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ ചെക്ക് ഏത് ബാങ്കിലേക്കാണോ കൊടുത്തത്, ബാങ്കിൽ നിന്നാണോ അത് പൈസ ഇല്ലാതെ തിരിച്ചു വന്നത്, ആ ബാങ്കിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള കോടതിയിൽ തന്നെ കേസ് ഫയൽ ചെയ്യണം. മറ്റ് ദൂരെയുള്ള വേറെ കോടതികളിൽ കേസ് ഫയലുണ്ട്. ഏത് ബാങ്കിൽ നിന്നാണോ പണമില്ലാതെ മടങ്ങിയത് ആ ബാങ്കിലെ ജൂറിസ്ഡിക്ഷനിലെ കോടതിയിൽ തന്നെ കേസ് ഫയലാണ്. ഇതെല്ലാം ഇതിൽ പറയുന്നത്. താങ്ക് യു ഓൾ.